നമസ്കാരം, ആസ്ട്രോ ലൈഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് കന്നിക്കൂറിലെ അത്തം നക്ഷത്രക്കാരുടെ 2026 സമ്പൂർണ്ണ വിഷുബലമാണ്. ചന്ദ്രൻ നക്ഷത്രാധിപനായും സൂര്യന്റെ ഒരു രൂപമായ സവിത ദേവതയായും വരുന്ന അത്തം നക്ഷത്രക്കാർക്ക് ഈ വിഷുസംക്രമം വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നു. നിങ്ങളുടെ കാര്യക്ഷമതയും അധ്വാനശീലവും ഈ വർഷം എങ്ങനെ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് നമുക്ക് നോക്കാം. അത്തം നക്ഷത്രത്തിന്റെ അടയാളം കൈപ്പത്തിയാണ്. ഇത് പ്രായോഗിക ബുദ്ധിയെയും അധ്വാനത്തെയും സൂചിപ്പിക്കുന്നു. അത്തം നക്ഷത്രത്തിന്റെ ദേവതയായ സവിത ലോകത്തിന് വെളിച്ചം നൽകുന്നവനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങി പുതിയ വെളിച്ചം വീശുന്ന വർഷമാണിത്. ചന്ദ്രന്റെ സ്വാധീനമുള്ളതിനാൽ മനസ്സിന് അല്പം ചാഞ്ചല്യം അനുഭവപ്പെടാമെങ്കിലും ബുദ്ധിപൂർവമായ തീരുമാനങ്ങളിലൂടെ നിങ്ങളത് മറികടക്കും. തൊഴിൽ രംഗത്ത് അത്തം നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ സജീവമായിരിക്കും. IT, ബാങ്കിംഗ്, അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച നേട്ടങ്ങളുണ്ടാകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കും. കൈത്തൊഴിൽ ചെയ്യുന്നവർക്കും കലാകാരന്മാർക്കും അപ്രതീക്ഷിത ലാഭവും അംഗീകാരവും ലഭിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം തടസ്സങ്ങൾ നീങ്ങി യാത്രകൾ സാധ്യമാകും. സാമ്പത്തികമായി നോക്കുമ്പോൾ വലിയ തുകകൾ കൈവശം വന്നുചേരുമെങ്കിലും ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. വീട് പണി പൂർത്തിയാക്കാനോ പുതിയ വാഹനം വാങ്ങാനോ അനുകൂല സമയമാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം കാട്ടിയാൽ സന്തോഷകരമായി മുന്നോട്ടു പോകാം. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ ചെറിയ അശ്രദ്ധകൾ ഒഴിവാക്കുക. കൃത്യമായ ഭക്ഷണക്രമം പാലിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ. അത്തം നക്ഷത്രത്തിന്റെ ദേവത സൂര്യന്റെ പ്രകാശരൂപമായ സവിത ആയതിനാൽ സൂര്യപ്രീതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആദിത്യ ഹൃദയം. എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ആദിത്യ ഹൃദയം ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ജോലിസ്ഥലത്തെ ശത്രുദോഷങ്ങൾ മാറാനും സഹായിക്കും. അത്തം നക്ഷത്രക്കാർ ദിവസവും കുറഞ്ഞത് ഗായത്രി മന്ത്രം 108 തവണ ജപിക്കുന്നത് ബുദ്ധിശക്തിയും ക്രാന്തദർശിത്വവും കൂട്ടാൻ ഉത്തമമാണ്. ദേവീ ഭജനം. മാനസിക സമാധാനത്തിന്. നക്ഷത്രാധിപൻ ചന്ദ്രനായതുകൊണ്ട് തന്നെ അത്തം നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് മനസ്സ് പതറാൻ സാധ്യതയുണ്ട്. തിങ്കളാഴ്ച വ്രതം. തിങ്കളാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സ്വയംവര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം അർച്ചന നടത്തുകയും ചെയ്യുന്നത് ദാമ്പത്യ വിജയത്തിനും മനസ്സുഖത്തിനും നല്ലതാണ്. പൗർണമി പൂജ. പൗർണമി ദിവസങ്ങളിൽ സന്ധ്യയ്ക്ക് ദേവീ സ്തോത്രങ്ങൾ ജപിക്കുന്നതും നെയ്വിളക്ക് തെളിക്കുന്നതും ഐശ്വര്യം കൊണ്ടുവരും. ബുധഗ്രഹ പ്രീതി. തൊഴിൽ വിജയത്തിന്. അത്തം നക്ഷത്രം കന്നിരാശിയിൽ വരുന്നതുകൊണ്ട് രാശ്യാധിപനായ ബുധനെ പ്രീതിപ്പെടുത്തുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് സഹായിക്കും. ശ്രീകൃഷ്ണ ഭജനം. ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുന്നതും വെണ്ണ നിവേദ്യം നടത്തുന്നതും തൊഴിൽ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. പച്ച നിറം. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അത്തം നക്ഷത്രക്കാർക്ക് ഭാഗ്യം നൽകും. പ്രായോഗിക പരിഹാരങ്ങൾ. ദാനധർമ്മങ്ങൾ. വിദ്യാർത്ഥികളെ സഹായിക്കുക. അറിവിന്റെ ഗ്രഹമായ ബുധന്റെ സ്വാധീനമുള്ളതിനാൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകുന്നത് അത്തം നക്ഷത്രക്കാർക്ക് വലിയ പുണ്യം നൽകുന്ന ഒന്നാണ്. പക്ഷികൾക്ക് ആഹാരം. ദിവസവും പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ആഹാരം നൽകുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ അത്തം നക്ഷത്രക്കാർക്ക് 2026 എന്നത് അധ്വാനത്തിന് കൃത്യമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു സുവർണ വർഷമാണ്. ചെറിയ ജാഗ്രതയും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അത്തം നക്ഷത്രക്കാരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും മറ്റ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾക്കുമായി ആസ്ട്രോ ലൈഫ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കന്നി, തുലാം രാശികളിലായി വരുന്ന ചിത്തിര നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.